ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ചെറുപ്പകാലത്തുണ്ടായ ഒരു അനുഭവം ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ വരികയാണ്. വളരെയേറെ വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ സ്കൂൾ പഠനകാലത്ത് ഉണ്ടായ ഒരു സംഭവമാണ്. ചെറുപ്പത്തിൽ ഹൈറേഞ്ചിലെ ഗ്രാമപ്രദേശത്തുള്ള ഒരു സ്കൂളിലാണ് SSLC വരെ ഞാൻ എൻ്റെ പഠനം നടത്തിയത്. 1980കളിലാണ് ആ കുടിയേറ്റ ഗ്രാമത്തിലെ സ്കൂളിൽ ഞാൻ എൻ്റെ 10ാം ക്ലാസ് പഠനം പൂർത്തിയാക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ ജീവിതത്തിൽ വലിയ ജീവിത ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നതിനാൽ നന്നായി പഠിക്കുവാൻ ഞാൻ ഏറെ ശ്രദ്ധിച്ചിരുന്നു. 10ാം ക്ലാസ് കഴിയുന്നത് വരെ ഞാൻ പഠിച്ചിരുന്ന ഓരോ ക്ലാസ്സിലെയും മോണിറ്റർ ഞാനായിരുന്നു. നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ലഭിക്കുന്ന ഒരു സ്ഥാനം, ടീച്ചേഴ്സിന് എല്ലാം പ്രിയപ്പെട്ടവൻ. അന്നത്തെ കാലത്ത് SSLC പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള കാര്യം അല്ല. കാരണം ഗ്രേസ് മാർക്ക് എന്നൊരു ഏർപ്പാട് അന്നില്ല. പരീക്ഷകളിൽ നമുക്ക് ലഭിക്കുന്ന മാർക്ക് മാത്രമേ പരിഗണിക്കുകയുള്ളൂ. പേപ്പർ വാല്യുവേഷൻ ആണെങ്കിൽ വളരെയധികം സ്ട്രിക്റ്റ് ആണ്. അന്ന് ഒരു ക്ലാസ്സിലും ഓൾ പ്രൊമോഷൻ ഇല്ല. 1ാം ക്ലാസ് മുതൽ അടുത്ത ക്ലാസ്സിൽ കയറണമെന്നുണ്ടെങ്കിൽ പരീക്ഷകൾ എഴുതി പാസ്സാകുക എന്നുള്ളത് മാത്രമേ നിർവാഹമുള്ളൂ. അല്ലെങ്കിൽ തോൽവി ഉറപ്പാണ്. 2ഉം 3ഉം വർഷമൊക്കെ ഒരേ ക്ലാസ്സുകളിൽ ഇരുന്ന് പഠിച്ചിരുന്നവർ അന്നൊക്കെ നിത്യ സംഭവമാണ്. SSLC പരീക്ഷ അന്നത്തെ കാലത്ത് പാസ്സാകുക എന്ന് പറഞ്ഞെന്നാൽ അതികഠിനമാണ്. പേപ്പർ വാല്യുവേഷൻ വളരെ സ്ട്രിക്റ്റ് ആയതിനാൽ 50% താഴെ മാത്രമേ അന്നത്തെ കാലത്ത് വിജയ ശതമാനമുള്ളൂ. അന്നത്തെ കാലത്ത് ഫസ്റ്റ് ക്ലാസ് ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ A+നേക്കാളും മൂല്യമുണ്ട്. ആ സമയത്ത് SSLC പരീക്ഷ തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിലാണ് നടക്കുന്നത്. 12 പേപ്പറുകളിൽ ഒരു പരീക്ഷ രാവിലെ നടക്കും, അടുത്ത പരീക്ഷ അന്ന് തന്നെ ഉച്ച കഴിഞ്ഞ്. അങ്ങനെ തുടർച്ചയായിട്ടുള്ള 6 ദിവസങ്ങളിൽ 12 പേപ്പറുകളുടെ എക്സാമിനേഷൻ കഴിയും. ഇന്നത്തെ പോലെ ഓരോ എക്സാമിനേഷനും ഇടയ്ക്ക് പഠിക്കുന്നതിനുള്ള ഗ്യാപ്പൊന്നും കിട്ടത്തില്ല. എല്ലാം മുൻകൂട്ടി പഠിച്ചേ മതിയാവുകയുള്ളൂ. അതുകൂടാതെ വിഷമം പിടിച്ച മറ്റൊരു കാര്യവും കൂടിയുണ്ട്. അന്ന് എക്സാമിനേഷന് 10ാം ക്ലാസ്സിലെ വിഷയങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ. 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും തിരഞ്ഞെടുത്ത ചില പാഠഭാഗങ്ങളിലെ ക്വസ്റ്റ്യൻസ് കൂടി SSLC പരീക്ഷയ്ക്ക് ചോദിക്കും. അതിനും നാം ആൻസർ എഴുതണം. അതുകൊണ്ട് 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും പാഠഭാഗങ്ങളും നാം SSLC പരീക്ഷയ്ക്ക് പഠിക്കേണ്ടതുണ്ട്. നന്നായി പഠിച്ചിരുന്നതിനാൽ എനിക്ക് SSLC പരീക്ഷയ്ക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടും എന്ന് ഞാനടക്കം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. എല്ലാവർക്കും അത് ഉറപ്പായിരുന്നു. പഠിച്ച എല്ലാ ക്ലാസ്സുകളിലും 1ഉം 2ഉം സ്ഥാനങ്ങൾ ഞാനും രാജ്യവും മാറി മാറിയാണ് പങ്കിട്ടിരുന്നത്. അന്നൊക്കെ SSLC റിസൾട്ട് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് തലേ ദിവസം പാരലൽ കോളേജുകാർ റിസൾട്ട് കൊണ്ടുവരും. അന്ന് TV ഒന്നും പ്രാബല്യത്തിലായിട്ടില്ല. പത്രക്കാർക്ക് ഗവൺമെൻറ് തലേദിവസം ഈ ന്യൂസ് കൊടുക്കും, പിറ്റേ ദിവസം പ്രിൻ്റ് ചെയ്ത് വരുവാനായിട്ട്. പത്രക്കാർക്ക് തലേദിവസം രാത്രി ആ റിസൾട്ട് ലഭിക്കുമ്പോൾ അവിടെ നിന്നും രഹസ്യമായി പാരലൽ കോളേജുകാർ ആ റിസൾട്ട് പകർത്തി എഴുതി കൊണ്ടുവരും, അവർക്കൊരു പബ്ലിസിറ്റി കിട്ടുന്നതിനായി. അങ്ങനെ ഞങ്ങളുടെ SSLC റിസൾട്ട് സ്കൂളിലെത്തുന്നതിന് തലേ ദിവസം ഞങ്ങളുടെ നാട്ടിലെ ഒരു പാരലൽ കോളേജിൽ എത്തിച്ചേർന്നു. എൻ്റെ റിസൾട്ട് നോക്കുവാനായി ജ്യേഷ്ഠൻ ആ കോളേജിൽ പോയി. അദ്ദേഹം തിരിച്ചു വന്ന് പറഞ്ഞു അവന് ഫസ്റ്റ് ക്ലാസ് ഒന്നുമില്ല. ഞാൻ ഞെട്ടിപ്പോയി, സ്തംഭിച്ചു പോയി, ആകെ തകർന്നു പോയി. വീട്ടിലും സ്കൂളിലും നാട്ടിലുമെല്ലാം എല്ലാവരും വളരെ പ്രതീക്ഷയോടെ ഇരിക്കുന്ന സമയം. അന്നത്തെ കാലത്ത് SSLC പരീക്ഷയ്ക്ക് ഫസ്റ്റ് ക്ലാസ് ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വില ഒന്ന് വേറെ തന്നെയാണ്. എല്ലാവർക്കും വലിയ വിഷമമായി. അമ്മ വീണ്ടും ജ്യേഷ്ഠനോട് ചോദിച്ചു, നീ ശരിക്കും നോക്കിയോ, മാറിപ്പോകുക വല്ലതും ചെയ്തിട്ടുണ്ടോ എന്ന്. ജ്യേഷ്ഠൻ പറഞ്ഞു, ഞാൻ ശരിക്കും നോക്കിയതാണ്, അവൻ്റെ നമ്പർ ഇല്ല എന്ന്. എനിക്ക് വീട്ടിലിരിക്കുവാൻ സാധിച്ചില്ല. ഞാൻ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. വീടിന് സമീപത്തായി ഒരു കാപ്പിത്തോട്ടമുണ്ട്. ഞാൻ അവിടെ പോയിരുന്നു. എല്ലാവരുടെയും മുഖത്ത് എങ്ങനെ നോക്കും? ഞാൻ അൾത്താര ബാലനാണ്. നാളെ അച്ഛൻ്റെ മുഖത്ത് എങ്ങനെ നോക്കും? ടീച്ചേഴ്സിൻ്റെ മുഖത്ത് എങ്ങനെ നോക്കും? എൻ്റെ തുടർ പഠനം എങ്ങനെയാകും? ചിന്തകൾ ചിന്തകൾ ചിന്തകൾ. എന്തായിരിക്കാം സംഭവിച്ചത്? ഞാൻ ഇതുപോലെ ശരിക്കും പഠിച്ച എക്സാമിനേഷൻ എഴുതിയിട്ട് ഫസ്റ്റ് ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് വിശ്വസിക്കുവാൻ സാധിക്കുന്നില്ല. മോഡൽ എക്സാമിനേഷന് എനിക്ക് എല്ലാ പേപ്പറിനും 80% മുകളിൽ മാർക്ക് ലഭിച്ചതുമാണ്. അവസാനം ഞാൻ തീരുമാനിച്ചു, എന്തും വരട്ടെ, നേരിടുക തന്നെ. നാളെ സ്കൂളിൽ റിസൾട്ട് വരുമല്ലോ, ഒന്നുകൂടി പോയി നോക്കാം. ഞാൻ മെല്ലെ വീട്ടിലേക്ക് തിരികെ നടന്നു. അന്ന് രാത്രി ഉറക്കം വന്നില്ല. എങ്ങനെയോ നേരം വെളുപ്പിച്ചു. രാവിലെ സ്കൂളിൽ ചെന്നു. വീടിനടുത്താണ് സ്കൂൾ. വളരെ വിഷമിച്ചു വരുന്ന എന്നെ കണ്ടപ്പോഴേ അധ്യാപകർ പറഞ്ഞു, ആൻ്റണി വിഷമിക്കേണ്ട, ആൻ്റണിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് എന്ന്. ഇന്നലെ പാരലൽ കോളേജുകാർക്ക് പിശക് സംഭവിച്ചിട്ടുണ്ട്. അവർ നമ്പർ പകർത്തി എഴുതിയപ്പോൾ ആൻ്റണിയുടെ വിട്ടുപോയതാണ് എന്ന്. ഞാൻ സന്തോഷത്തോടെ ദീർഘശ്വാസം വിട്ടു. മാർക്ക് ലിസ്റ്റ് ലഭിച്ചു.
ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ എല്ലാ വിഷയങ്ങൾക്കും നല്ല മാർക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ ആഗ്രഹിച്ച നല്ല കോളേജിൽ ഇഷ്ടപ്പെട്ട വിഷയത്തിന് അഡ്മിഷൻ ലഭിക്കുവാൻ ആ നല്ല മാർക്കുകൾ എന്നെ സഹായിച്ചു. ഇപ്പോൾ ഈ ഒരു കാര്യം എൻ്റെ മനസ്സിൽ വരുവാൻ കാരണം എൻ്റെ ഈ സ്ഥാനത്ത് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുട്ടികളായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? അവർ ഇപ്പോൾ ജീവനോടെ ഉണ്ടാകുമോ? സാധ്യത കുറവാണ്. നിസ്സാര കാര്യങ്ങൾക്ക്, പരീക്ഷയിൽ തോറ്റതിന്, മാർക്ക് കുറഞ്ഞതിന്, അമ്മ വഴക്ക് പറഞ്ഞതിന്, നിശ്ചയിച്ച വിവാഹത്തിൽ നിന്ന് ഒരാൾ പിന്മാറിയതിന്, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ആത്മഹത്യയിലേക്ക് പോകുന്ന കൗമാരക്കാരുടെ, യുവതിയുവാക്കളുടെ എണ്ണം ഇന്ന് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്താണ് നിശ്ചയിച്ച വിവാഹത്തിൽ നിന്നും വരൻ പിന്മാറി എന്ന കാരണത്താൽ വളരെ മിടുക്കിയായ ഒരു യുവ ഡോക്ടർ ആത്മഹത്യ ചെയ്തത്. ഇത്തരം പ്രോബ്ലംസ് നിങ്ങൾക്ക് മാത്രമല്ല ധാരാളം പേർക്ക് ഉണ്ടാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. പരീക്ഷകളിൽ പ്രതീക്ഷിച്ച മാർക്കുകൾ ലഭിക്കാതിരിക്കാം, ചിലപ്പോൾ പരാജയപ്പെടാം, ആഗ്രഹിച്ച പ്രൊഫഷണൽ കോഴ്സിന് അഡ്മിഷൻ ലഭിക്കാതിരിക്കാം, പ്രതീക്ഷിച്ച പല കാര്യങ്ങളും ലഭിക്കാതൊക്കെ ഇരിക്കാം. ജീവിതം ഇങ്ങനെയൊക്കെയാണ്. പ്രതീക്ഷകൾ എല്ലാം സഫലമാകണമെന്നില്ല, ആഗ്രഹങ്ങൾ എല്ലാം സാധിക്കണമെന്നില്ല എന്ന് മാത്രമല്ല, പ്രതീക്ഷിക്കാത്ത പല പ്രശ്നങ്ങളും ദുരന്തങ്ങളും തകർച്ചകളും ഒക്കെ ലൈഫിലുണ്ടാകാം. അവയെയൊക്കെ നാം നേരിട്ടേ മതിയാവൂ, അവയെയൊക്കെ അതിജീവിച്ചേ മതിയാവുകയുള്ളൂ. അതിനൊക്കെയുള്ള ശക്തി നമ്മുടെ തന്നെ ഉള്ളിലുണ്ട്. ആത്മഹത്യ എന്ന് പറയുന്നത് ഒന്നിനും പരിഹാരമല്ല, ആരെയും തോൽപ്പിക്കലുമല്ല, സ്വയം തോൽക്കുന്നതാണത്, നമ്മുടെ സോളിനെ നശിപ്പിക്കുന്നതാണത്. നമ്മുടെയൊക്കെ സോളിന് ഓരോ പർപ്പസ് ഉണ്ട്, അവ നമ്മൾ പൂർത്തിയാക്കണം. ആത്മഹത്യയിലൂടെ ആരും ഒന്നും നേടുന്നില്ല. തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ, ജീവിച്ചിരിക്കുന്ന തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ദുരിതങ്ങൾ കൂട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. തോൽവികൾ ഉണ്ടാകുമ്പോൾ, പരാജയമുണ്ടാകുമ്പോൾ ഒരിക്കലും നിങ്ങൾ ഒരു പരാജയമാണെന്ന് ചിന്തിക്കരുത്. നിങ്ങൾ ചെയ്ത ഒരു പ്രവൃത്തി പരാജയമായി എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ പ്രവൃത്തിയെ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ നിന്നും നിങ്ങൾ വേർതിരിച്ച് കാണണം. ഞാൻ ഒരിക്കലും ഒരു പരാജയമല്ല, ഞാൻ ചെയ്ത ഒരു കാര്യം അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പരാജയപ്പെട്ടു പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇനിയും പിഴവുകൾ തിരുത്തി പരിശ്രമിക്കും, ഞാൻ വിജയം കൈവരിക്കും എന്ന് തന്നെ ചിന്തിക്കുക. വീണ്ടും വീണ്ടും പരിശ്രമിക്കുന്നതിനുള്ള മനസ്സ് ഉണ്ടാക്കിയെടുക്കുക. ജീവിതത്തിൽ ഓരോ പ്രോബ്ലംസിനെയും ഫേസ് ചെയ്യുന്നവർ മനസ്സിലാക്കുക, പ്രോബ്ലംസ് നിങ്ങളുടെ ലൈഫിൽ മാത്രമല്ല ഉള്ളത്. ഈ സമൂഹത്തിൽ പലർക്കും പലവിധ പ്രോബ്ലംസ് ഉണ്ട്. പലരുടെയും മുഖത്തെ പുഞ്ചിരികൾ വെറും അഭിനയമാണ്. പക്ഷേ അവർ പിടിച്ചു നിൽക്കുന്നു, പൊരുതുന്നു, അവസാനം വിജയത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ, മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്ന ആത്മഹത്യാ ചിന്തകളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പ്രൊഫഷണൽ ഹെൽപ്പ് തേടാം. കൗൺസിലേഴ്സ്, മെൻറ്റേഴ്സ്, സൈക്കോളജിസ്റ്റുകൾ, സൈക്കാട്രിസ്റ്റുകൾ, അങ്ങനെ നിങ്ങളെ സഹായിക്കുവാനായി ധാരാളം പേർ ഇവിടെയുണ്ട്. നിങ്ങളൊരിക്കലും ഒറ്റയ്ക്കല്ല. ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാകുമ്പോൾ പ്രൊഫഷണൽ ഹെൽപ്പ് തേടുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിന് യാതൊരു മടിയും വിചാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ രക്ഷപ്പെടേണ്ടത് ജീവിതത്തിൽ നിന്നല്ല, പ്രശ്നങ്ങളിൽ നിന്നാണ്. ഒളിച്ചോടുകയല്ല ചെയ്യേണ്ടത്, പോരാടുകയാണ് ചെയ്യേണ്ടത്. നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാകുമ്പോൾ, ജീവിതം അവസാനിപ്പിക്കണമെന്ന തോന്നലൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മുഖം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ പപ്പയുടെ, നിങ്ങളുടെ മമ്മിയുടെ, ഹസ്ബൻഡിൻ്റെ, വൈഫിൻ്റെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മുഖം ഒന്ന് മനസ്സിൽ കാണുക. നിങ്ങളുടെ പ്രവൃത്തി മൂലം അവർ അനുഭവിക്കാൻ പോകുന്ന ആ വേദന, ആ ബുദ്ധിമുട്ടുകൾ ഒന്ന് മുൻകൂട്ടി മനസ്സിൽ കാണുക. അവരെ വേദനിപ്പിക്കുവാൻ, അവരെ ബുദ്ധിമുട്ടിക്കുവാൻ ഞാൻ ഇടയാക്കുകയില്ല എന്ന് മനസ്സിൽ കുറച്ച് തീരുമാനമെടുക്കുക. ഞാനിതിനെല്ലാം ഓവർകം ചെയ്യും, എൻ്റെ ലൈഫ് പ്രഷ്യസ് ആണ് എന്ന ചിന്ത, എന്ന ബോധ്യം ഉള്ളിൽ കൊണ്ടുവരിക. ജീവിതത്തെ സ്നേഹിക്കുക, ജീവിതത്തെ പ്രണയിക്കുക, ധൈര്യപൂർവ്വം മുമ്പോട്ട് പോയി ജീവിച്ച് കാണിച്ചു കൊടുക്കുക. അതൊക്കെയാണ് നാം എല്ലാവരും ചെയ്യേണ്ടത്. എല്ലാവർക്കും എല്ലാവരും നന്മകളും നേരുന്നു. ഇന്നത്തെ ദിവസം എന്നെ ശ്രമിച്ച് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുകയാണ്, നിങ്ങളൊക്കെ അഭിനന്ദിക്കുകയാണ്. ഈ വീഡിയോ മറ്റുള്ളവർക്കൊക്കെ പ്രയോജനകരമാകുന്നതിനായി എല്ലാവർക്കും ഷെയർ ചെയ്യണമെന്നും കമൻസും ലൈക്സും ഒക്കെ രേഖപ്പെടുത്തണമെന്നും ഏറ്റവും സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാവരും നേട്ടങ്ങളും ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും ദീർഘായുസ്സും സന്തോഷവും എല്ലാം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പുതിയ പുതിയ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.